ക്യാപ്റ്റൻ സുമീത് സബർവാൾ അഹമ്മദാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തീഗോളമായി മാറിയ എയർ ഇന്ത്യ 171 വിമാനത്തിന്റെ അമരക്കാരൻ. അപകടത്തിനു ശേഷം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് പിതാവുമായുള്ള അടുപ്പം. വയോധികനായ പിതാവിനൊപ്പം സമയം ചെലവഴിക്കാനായി ജോലി ഉപേക്ഷിക്കാൻ സുമീത്തിന് പദ്ധതിയുണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. അച്ഛനെ പരിചരിക്കുന്നതിനായി വിവാഹം പോലും ഉപേക്ഷിച്ചയാളാണ് സുമീത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് തൊട്ടുമുൻപായി ക്യാപ്റ്റൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചു. ലണ്ടനിൽ ലാൻഡിംഗ് ചെയ്ത ശേഷം വിളിക്കാമെന്നാണ് പിതാവിനോട് പറഞ്ഞത്. അദ്ദേഹം സൗമ്യ സ്വഭാവമുള്ള വളരെ മാന്യനായ വ്യക്തിയായിരുന്നു. എയർബസ് A310, ബോയിങ് 777, ഡ്രീം ലൈനർ വിമാനങ്ങൾ അദ്ദേഹം പറത്തിയിട്ടുണ്ട്. എല്ലായ്പ്പോഴും വിനീതമായി പെരുമാറുന്ന അദ്ദേഹം തന്റെ ജോലി നന്നായി ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അച്ഛനെ നോക്കുന്നതിനായി ജോലി ഉപേക്ഷിക്കാൻ ഇരിക്കെയാണ് ഈ ദാരുണ ദുരന്തം നടക്കുന്നത്. ഭാര്യയെ നഷ്ടമായ 80 വയസ്സു കഴിഞ്ഞ റിട്ടയർഡ് നേവി ഓഫീസറായ പിതാവിനോടൊപ്പം കുടുംബജീവിതം ഉപേക്ഷിച്ച് ശാന്തനായി മുംബൈയിലെ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടി നിർമ്മിച്ച ജൽവായു വിഹാർ എന്ന ഹൗസിംഗ് കോളനിയിലെ ശാന്തനായ ഒരാളായിരുന്നു ദുരന്തത്തിൽ തകർന്ന AK-171 വിമാനത്തിന്റെ പൈലറ്റായ ക്യാപ്റ്റൻ സുമീത് സബർവാൾ. മുൻ DGCA ഉദ്യോഗസ്ഥനാണ് സുമീത് സബർവാളിന്റെ പിതാവ്. 2 വർഷം മുൻപ് സബർവാളിന്റെ അമ്മ മരിച്ചു. സമയം കിട്ടുമ്പോഴെല്ലാം ജൽവായു വിഹാറിലെ ഫ്ളാറ്റിലുള്ള പിതാവിനെ കാണാൻ അദ്ദേഹം എത്താറുമുണ്ട്. വയോധികനായ പിതാവിനൊപ്പം സമയം ചെലവഴിക്കാനായി ജോലി ഉപേക്ഷിക്കുകയാണെന്ന് അദ്ദേഹം പിതാവിനോട് പറഞ്ഞിരുന്നത്. പക്ഷേ അത് പാലിക്കാൻ സുമീത്തിന് സാധിച്ചില്ല. സബർവാൾ ഒരു പരിചയസമ്പന്നനായ പൈലറ്റായിരുന്നു. 8200 മണിക്കൂറിലധികം പറക്കൽ പരിചയം നേടിയിട്ടുള്ള അദ്ദേഹം ലൈൻ ട്രെയിനിങ് ക്യാപ്റ്റൻ പദവിയും വഹിച്ചിട്ടുണ്ട്. ലണ്ടനിലേക്കുള്ള വിമാനത്തിന്റെ ഭാഗമായി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 9 ക്രൂ അംഗങ്ങളിൽ ഒരാളായിരുന്നു ക്യാപ്റ്റൻ സുമീത് സബർവാൾ. എയർ ഇന്ത്യയുടെ സീനിയർ പൈലറ്റായ സുമീത് വിമാനം പറത്തുന്നതിൽ 30 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പറയുന്നതനുസരിച്ച് വിമാനത്തിലെ ജീവനക്കാർ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ കോൾ നൽകി. പറന്നുയർന്ന് നിമിഷങ്ങൾക്കുശേഷം ജീവൻ അപകടപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയെ അറിയിച്ചു. എന്നാൽ പിന്നീട് ATC ബന്ധപ്പെടാൻ ആവർത്തിച്ചു ശ്രമിച്ചിട്ടും പൈലറ്റ് പ്രതികരിച്ചില്ല. 10 മണിക്കൂർ പറക്കലിനായി വിമാനത്തിന്റെ ടാങ്ക് പൂർണ്ണമായും നിറഞ്ഞിരുന്നതിനാൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ദുരന്തത്തിലേക്ക് ആ വൈമാനികന് തന്റെ വിമാനത്തോടൊപ്പം കൂപ്പുകുത്തേണ്ടി വന്നു. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഒരു പൈലറ്റ് നേരിടേണ്ടി വന്ന സാഹചര്യമാണ് വൈമാനിക ലോകം സാക്ഷ്യപ്പെടുത്തുന്നു. പൈലറ്റിന്റെ ഏക സഹോദരി ഡൽഹിയിലാണ്. വാർത്തയറിഞ്ഞു മുംബൈയിലെ ആ മകന്റെ മുറിയിലിരുന്ന് കണ്ണീർ വാർക്കുന്ന പിതാവിന്റെ ചിത്രം അത്ര കണ്ട് ദയനീയമാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.